Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ ഇത് നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് നമ്പർ 5 ആണ്. ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോസ് കാണുക. കാരണം ഉറപ്പായിട്ടും പുതിയൊരു ഐഫോൺ ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഡിവൈസിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് നമ്പർ 5. നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് ഫ്ലൈറ്റ് പ്രിവ്യൂ. അതായത് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഫ്ലൈറ്റ് എടുത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയാലും ഇൻ്റർനാഷണൽ ആയാലും ആ ഒരു ഫ്ലൈറ്റിൻ്റെ ട്രാവലിംഗ് ടൈം നമുക്ക് ഏത് നേരം എവിടെ എത്തി എന്തായി ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവർക്ക് ഏതെങ്കിലും എയർപോർട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഐഫോണിൽ തന്നെ ഇൻബിൽഡായിട്ട് നമുക്ക് ഫ്ലൈറ്റ് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. അതിന് ഒരു ആപ്ലിക്കേഷൻ പോലും ഡൗൺലോഡ് ചെയ്യേണ്ട. അതിന് അവർ ഫ്ലൈ ചെയ്യുന്ന ആ ഒരു ഫ്ലൈറ്റ് നമ്പർ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഫ്ലൈറ്റ് നമ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലൈറ്റ് നമ്പർ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിവ്യൂ ഫ്ലൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. ആ ഡബിൾ ടാപ്പ് ചെയ്ത് ടാപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴും നമുക്കിവിടെ പ്രിവ്യൂ ഫ്ലൈറ്റ് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ആ ഒരു ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്. ആ ഒരു ഫ്ലൈറ്റ് എവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തത്, എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ, ഏത് സമയത്ത് എത്തും, അതേപോലെയുള്ള എത്ര ഡ്യൂറേഷൻ എടുക്കും, ആ ഫ്ലൈറ്റ് ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള കറണ്ട് സ്റ്റാറ്റസ് പോലും നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ടിപ്പ് നമ്മുടെ ഐഫോണിൽ ഇൻബിൽഡായിട്ട് തന്നെ ഉള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് അസസീവ് ടച്ച്. ഈ ഒരു അസസീവ് ടച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ഐഫോൺ ഹോം ബട്ടണുള്ള ഡിവൈസുകൾക്കാണ്. ഈ ഹോം ബട്ടണുള്ള ഡിവൈസുകൾക്കാണ് കൂടുതലും അസസീവ് ടച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഫുൾ സ്ക്രീൻ ഡിവൈസുകൾക്കും ഐഫോൺ ഫുൾ സ്ക്രീൻ ഡിവൈസുകൾക്കും നമുക്ക് അസസീവ് ടച്ച് യൂസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ പറയുന്ന അസസീവ് ടച്ചിന് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ അസസീവ് ടച്ച് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്? നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നമ്മൾ താഴത്തേക്ക് പോയി ആക്സസിബിലിറ്റിയിൽ നമുക്ക് ടച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അസസീവ് ടച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ അസസീവ് ടച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് നിന്ന് പോകും. ഓൺ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു അസസീവ് ടച്ചിന് കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും. എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ എൻ്റെ അസസീവ് ടച്ച് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രീൻഷോട്ട്, ആപ്പ് സ്വിച്ചർ, നോട്ടിഫിക്കേഷൻ സെൻറ്റർ, ഹോം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ അസസീവ് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡിവൈസിൽ നമുക്ക് റീസ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ഡിവൈസിൽ നമുക്ക് ഫോഴ്സ് ഷട്ട് ഡൗൺ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അസസീവ് ടച്ചിൽ പോവുക, ഡിവൈസിൽ പോവുക, മോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മതി. നമ്മുടെ അടുത്ത ടിപ്പാണ് ഫോൺ റീഡയൽ. അതായത് നമ്മളിപ്പോൾ ഫോണിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചെന്ന് കരുതുക. ഈ ഒരു നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ആ ഒരു നമ്പർ തന്നെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഡയൽ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ കോൾ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. നമ്മൾ റീസെൻ്റായിട്ട് ടാപ്പ് ചെയ്ത അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നമ്മൾ വിളിച്ച ആ ഒരു ഫോൺ നമ്പർ, വിളിച്ചതെന്ന് പറയാൻ പറ്റില്ല, ടൈപ്പ് ചെയ്ത ഫോൺ നമ്പർ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാൻ പറ്റും. നമ്മുടെ അടുത്ത ടിപ്പാണ് ടൈം ഇമോജി. അതായത് നമ്മുടെ മെസ്സേജസിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം ഇപ്പോൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൻ്റെ കറക്റ്റ് ഇമോജി നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 9:30 എന്ന് ടൈപ്പ് ചെയ്യാം. 9:30 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു 9:30യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഒരു ഇമോജി ഇവിടെ വന്നിട്ടുണ്ടാകും. ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് 9:30 എന്ന് പറഞ്ഞ ആ ഒരു ടൈമിൻ്റെ ഇമോജി വന്നിട്ടുണ്ട്. അത് ഈ ഒരു സമയത്ത് മാത്രമല്ല, ഇപ്പോൾ 12:30 ടൈപ്പ് ചെയ്തു, അവിടെ അപ്പോൾ നമുക്ക് 12:30 എന്ന് പറഞ്ഞ കറക്റ്റ് ടൈമിൻ്റെ ഇമോജി ലഭിക്കുന്നതാണ്. അതേപോലെ അടുത്തൊരു ടിപ്പാണ് ഇമോജി റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ ഹാപ്പി എന്ന് ടൈപ്പ് ചെയ്തു, ഫിഷ് എന്ന് ടൈപ്പ് ചെയ്തു, പ്ലെയിൻ എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഓരോ ടെക്സ്റ്റിനും നമുക്ക് ഇമോജീസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ പറയുന്ന ഓരോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇമോജിയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓരോ വേർഡ്സും ഒരു ഓറഞ്ച് കളറിലേക്ക് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓറഞ്ച് കളറിലേക്ക് മാറുമ്പോൾ ഉള്ള ടെക്സ്റ്റ് മാത്രമാണ് നമുക്ക് ഇമോജി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഹാപ്പിയിൽ ടാപ്പ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ കുറേ ഇമോജികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫിഷിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിഷ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന് കറസ്പോണ്ടിങ് ആയ കുറേയധികം ഇമോജീസ് വന്നിട്ടുണ്ട്. പ്ലെയിനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്ലെയിനും വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഇമോജി മാറ്റണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്നും കൂടെ ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് അത് ടെക്സ്റ്റ് രൂപത്തിലേക്ക് തിരിച്ച് റീപ്ലേസ് ആവുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പാണ് LED ഫ്ലാഷ് അലേർട്ട്. ഈ ഒരു ടിപ്പ് കുറേയധികം കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, എന്നാലും അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത്. ആ ഒരു സെറ്റിങ്സ് എടുക്കണമെങ്കിൽ നമ്മൾ നേരെ ആക്സസിബിലിറ്റിയിലേക്ക് പോവുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് നമ്മളിവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽ എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് LED ഫ്ലാഷ് ഫോർ അലേർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ചെയ്ത് LED ഫ്ലാഷ് ഫോർ അലേർട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൽ കോൾ വരുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ LED ഫ്ലാഷ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ DNT മോഡോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൈലൻറ്റ് മോഡോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണിങ്ങനെ കമത്തി വെച്ചേക്കാന്ന് കരുതുക. നമ്മുടെ LED ഫ്ലാഷ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആരോ വിളിക്കുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് നമുക്ക് ചെറിയ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് സൈലൻറ്റ് മോഡിൽ നമുക്ക് ഈ പറയുന്ന ഫ്ലാഷ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഫോൺ അൺലോക്ക് ആണെങ്കിൽ മാത്രം ഫ്ലാഷ് ചെയ്യുന്ന ആ ഒരു മോഡിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ഓപ്ഷനും നമ്മുടെ ഈ പറയുന്ന ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിലെ ഏറ്റവും ഐക്കോണിക്കായ ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് നമ്പർ 5 ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ ലഭിക്കുകയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയും ലിങ്കുകളും അതേപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സും അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം ടു. ആൻഡ് thank you so much for watching this whole video. This is Abin Xavier signing from Evika.